മോളെ, കാര്യങ്ങൾ ഇങ്ങനെയായ സ്ഥിതിക്ക് നമുക്ക് കൂലോത്ത് പോയി ഒന്ന് തൊഴുതിട്ട് വരാം. വാ. ആ, കൂലോത്തേക്കായിട്ട് വന്നതോ അതോ സിറ്റിയിൽ പോയിട്ട് വരുന്ന വഴിയാ. ഇതാരാ? മോളാ? മോന്റെ ഭാര്യ. ഗൗരിയാ? കണ്ണന്റെ ഭാര്യ. ഓ, എന്തെന്നാ പരിപാടി? എല്ലാരും ഉണ്ടല്ലോ. കൂലോത്ത് ഒരു സ്വർണ്ണ പ്രശ്നം നടത്താനാ തീരുമാനം. ഈടെ പൂജോത്സവം മുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ, അതുകൊണ്ടുള്ള പല അനർത്ഥങ്ങളും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൗരിയിലുണ്ടായ വെളിപാടും വലിയ അത്ഭുതമല്ലേ? ദേവീ ചൈതന്യത്തിന് ഇളക്കം തട്ടിയിട്ടുണ്ട്. അതൊന്ന് വാരി വെച്ച് നോക്കണം. നടക്കട്ടെ, എന്നാ ഞാങ്ങ പോട്ടെ. ഓ, ആയിക്കോട്ടെ. ആരാ? ഞങ്ങൾ ഗുരു പൂജാനന്ദ സ്വാമികളുടെ ശിഷ്യരാണ്. ഇരിക്ക്. ഗൗരിയിൽ ദേവി പ്രവേശിച്ചതായും അത്ഭുതകരമാം വിധം വെളിപാടുണ്ടായതായും അറിഞ്ഞു വന്നതാണ്. ഗുരുസ്വാമികളുടെ സന്തോഷം അറിയിക്കാൻ വന്നതാ ഞങ്ങൾ. ഇതൊരു അത്യപൂർവ ഭാഗ്യമാണ്. മനുഷ്യജന്മത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടം. നിങ്ങൾക്കും കുടുംബത്തിനും നല്ല അഭിവൃദ്ധി ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ആശ്രമത്തിന്റെ പിന്തുണയും സഹായവും ഉണ്ടാകും. ക്ഷമിക്കണം, എനക്കതിൽ താല്പര്യമില്ല. എൻ്റെ മോക്കൊരു സാധാരണ സ്ത്രീയായിട്ട് ജീവിച്ചാൽ മതി. ഓൾക്ക് അത്രയും ആഗ്രഹമില്ലു. പെട്ടെന്നൊരു മറുപടി വേണമെന്നില്ല, ആലോചിച്ചിട്ട് മാത്രം മതി. ഏതായാലും ദേവിയെയും കൂട്ടി താങ്കൾ ആശ്രമം വരെ ഒന്ന് വരണം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ആടെ നിക്ക്. രണ്ടു ദിവസമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നാ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എനക്കൊരു ഉദ്ദേശമില്ല. ഉദ്ദേശവും തീരുമാനമൊക്കെ നിങ്ങളതല്ലേ? എൻ്റെ തന്നെ. എന്താ നിനക്ക് സംശയമുണ്ടാ? ഈ വീട് നിന്നെ പോലെ കണ്ണനും അവകാശപ്പെട്ടതാന്ന്. അല്ലാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഓന്റെ ഓളയും കുഞ്ഞിനെയും ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്നേനി. സമുദായം അത് അംഗീകരിച്ചിട്ടില്ല. നിങ്ങളടക്കം കൂടി സ്ഥാനത്തൊന്നും കുടുംബത്തൊന്നും പുറത്താക്കിയല്ലോനെ. ഓഹോ, തോന്നുമ്പോ തീരുമാനം മാറ്റാൻ എന്നെ കിട്ടൂല. ഞാൻ മാറ്റും. അതിന് നിന്റെ സീറ്റൊന്നും എനിക്ക് വേണ്ട. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റണ്ടായി. നായിന്റെ മോനെ, എന്നാടാ നീ പറഞ്ഞേ? നിന്റെ പുകയും വാശി തീർക്കേണ്ടത് കുഞ്ഞിനോടല്ല. കുഞ്ഞിന്റെ പണിയെടുക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്നെ അനുസരിച്ച് അംഗീകരിച്ച് നിൽക്കാൻ പറ്റാത്തവൻ ഈ പറമ്പ് ചവിട്ടണ്ട.
ആ ഉരുമ്പൊട്ടോളിയും കുഞ്ഞിനെ ഇവിടെ നിർത്തി പോറ്റാൻ ഞങ്ങളെ പരിപാടിയെങ്കില് ഈ വീട്ടിൽ ഞാൻ ഇനി കാലൂത്തൂല. നിങ്ങൾ എന്താ ചെയ്തോ. മേടം രാശിയാണ് പ്രശ്നം. 3-ൽ കേതു, 5-ൽ ഗുളികൻ, 6-ൽ ശനി, 9-ൽ രാഹു, 11-ൽ ശുക്രൻ, 12-ൽ ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഇതാണ് ഗ്രഹനില. പ്രശ്നത്തിൽ ദൈവാധീനത്തിൻ്റെ കണിക പോലുമില്ല. അതിന് കാരണം പൂർവോപാസിത ദേവകോപമശുഭം ജയാ തനൂജാപദം ദൗഷ്കൃത്യം സ്വഗുരോ പിതൃശ്ച നിധനം ദൈന്യം ശുഭേ ദുർബലേ. പൂർവീകമായി ഉപാസിച്ച ദേവിയെയും സ്ഥാനത്തെയും യഥാവിധി പരിപാലിക്കാത്തതാണ് ഇവിടെ ദേവീകോപത്തിന് കാരണം. ഇവിടെ കാണുന്ന ദുർനിമിത്തങ്ങളെല്ലാം ദേവീകോപം തന്നെ. ഇനിയിപ്പോൾ എന്താ അതിനൊരു പരിഹാരം? ഇവിടെ ശുദ്ധികലശം നടത്തി ദേവിക്ക് ഉഗ്രപൂജ ചെയ്യണം. ശേഷം കളിയാട്ടം നടത്തി ദേവിപ്രീതി വരുത്തണം. ദേവി ആഗ്രഹിച്ച ദേഹത്ത് തന്നെ കോലം ധരിക്കുന്നതാണ് ഉത്തമം. ഒരുപാട് കാലമായിട്ട് കളിയാട്ടം നടത്താത്തതല്ലേ, ഇതുവരെയുള്ള കേട് തീർത്തിട്ട് മതി തുടങ്ങുന്നത്. എന്നാ അങ്ങനെ അങ്ങ് തീരുമാനിക്കാം. അതെ, അങ്ങനെ തീരുമാനമായ സ്ഥിതിക്ക് അടുത്തയിലേക്ക് പോവാം അല്ലേ? അതെ. എല്ലാരും കൂടി എന്നെ ജീവിക്കാൻ സമ്മതിക്കൂല വെച്ചാല് ഞാൻ എന്നാ ചെയ്യല്? ആ മിച്ച ഭൂമിയിൽ എന്നെ പട്ടിണി കിടന്ന് ചത്താ മതിയഞ്ഞ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അച്ഛൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനിപ്പോ എന്തെന്നാ ചെയ്യണ്ട്? ചിലരെന്നെ ജീവനോടെ ദൈവാക്കും, ചിലരെന്നെ ദേവിക്ക് അർപ്പിക്കാൻ തീരുമാനിക്കും. എന്റെ ജീവിതം തീരുമാനിക്കാൻ എനക്കൊരു അവകാശമില്ല പറഞ്ഞാല് ഞാൻ എങ്ങനെയാ സഹിക്കല്? എനിക്ക് നാട്ടിൽ പോയ നേരത്തിന്റെ എല്ലാ അമ്മയോ ദേവിയോ ഒന്നും ആവണ്ട. എനിക്കെന്റെ മോന്റെ അമ്മയെ ജീവിച്ചാൽ മതി. വിധവയാണെങ്കിലും ഞാനൊരു സ്ത്രീയല്ലേ. എനിക്ക് മനുഷ്യനായി തന്നെ ജീവിച്ച് മരിച്ചാൽ മതി. മോളെ, നിന്റെ വിഷമം അച്ഛന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരെത്തുപിടിയും കിട്ടുന്നില്ലല്ലോ ദൈവേ. ദൈവം തന്നെ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരാണ്ടിക്കൂല മോളെ. നിങ്ങൾക്ക് അങ്ങനെയല്ലേ പറയാ, അനുഭവിക്കണ്ട ഞാനല്ലേ. ഞാൻ പിന്നെ എന്ന് പറയാനാ ദൈവേ? മോളെ, നീ സമാധാനിക്ക്. ഈ നാട്ടുകാരുടെ മനസ്സിൽ നിന്നെ ഞാൻ മനുഷ്യ സ്ത്രീ ആക്കും, ഉറപ്പാ. എങ്ങനാ? പക്ഷെ പ്രശ്നത്തിൽ തെളിഞ്ഞതുപോലെ ഈ ഒറ്റ പ്രാവശ്യം മോള് തന്നെ കോലം കെട്ടണം. ഇതാണോ വഴി? ഞാൻ പറയുന്നത് തേച്ചും കേക്ക്. എന്റെ ചികിത്സയിൽ എനിക്ക് വിശ്വാസമുണ്ട്. നിന്നെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലെത്തിക്കും. അതോടെ മാസമുറ വീണ്ടും തുടങ്ങും. നീ ഒരു പെണ്ണാകും. മാസമുറയുള്ള പെണ്ണുങ്ങൾക്ക് കോലധാരിയാകാൻ പറ്റൂല. ഞാൻ തെയ്യം കെട്ടണം തന്നെയല്ലേ അച്ഛൻ പറഞ്ഞു വരുന്നത്? അതെ, ഒറ്റ തവണ. അതൊരു പ്രാർത്ഥനയായിട്ട് കരുതിയാൽ മതി. 6 മാസത്തിനുള്ളിൽ നിന്റെ രോഗം ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിത്തരും. ഇല്ലെങ്കിൽ ഈ വണ്ണാൻ വൈദ്യരെ പിന്നെ വൈദ്യം തൊടൂല. അത് ഉറപ്പാ മോളെ.
വൈദ്യരെ ഓ. വരുന്ന സംക്രമത്തെ തുടങ്ങി 40 ദിവസത്തെ വ്രതം കഴിഞ്ഞ് അടുത്ത ദിവസം ഉത്സവം തുടങ്ങും. അതിന് വേണ്ടുന്ന ചിട്ടവട്ടങ്ങളൊക്കെ നിങ്ങളും തുടങ്ങിക്കോ. ആയിക്കോട്ടെ. ഓ. സരസു, ഓ ഇതാ വരുന്നേ. ഈ പുണ്യ ഹാത്തുറയത്തൊക്കെ ഒന്ന് തെളിക്ക്. ഓ അല്ല കൂലോത്ത് തൊപ്പന ആളുണ്ടായിനാ? കുട്ടന് വലിയ മനപ്രയാസം ഉണ്ട് എന്നാ തോന്നുന്നു. കൊറേ നേരം ആരോടും മിണ്ടാണ്ട് ഒറ്റ ഇരിപ്പാന്ന്. ഇപ്പൊ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയത്. ഉം. ആ, അടയാളം വാങ്ങി. ഉം. മറ്റന്നാൾ മുതൽ വ്രതം തുടങ്ങണം. രാവിലെ തന്നെ കുലോത്തിന്റെ കമ്മിറ്റിക്കാരും ആളും ഇങ്ങെത്തും. എല്ലാം പെട്ടെന്നായല്ല. അതിനിടയ്ക്കോളൊന്ന് വീട്ടിൽ പോയിട്ട് കാരണവന്മാരെ അനുഗ്രഹങ്ങൾ മണിക്കണ്ടേ? അല്ലെങ്കിൽ അതൊരു മോശമല്ലേ? അങ്ങനെയാണെങ്കിലേ ഇന്ന് തന്നെ ഒന്ന് പോയിട്ട് വരട്ടെ. ഗൗരി ഇവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാത്ത കൂട്ടറാ അവര്. അതൊന്നും ഇപ്പൊ പറയണ്ട, എല്ലാം അലപ്പെടണ്ട. അതെ അതെ, ഇപ്പം അതിനില്ല സമയമില്ല. ചിന്തമണിക്കർ വിവരങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു കാണും. അറിഞ്ഞാൽ എന്ത്, അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത്, ഞാൻ എൻ്റെ കടമ ചെയ്തു.